വീണ്ടും ഒരു താരപുത്രി കൂടെ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്, വിസ്മയ. ഇന്ന് വിസ്മയുടെ ഒരുപാട് വീഡിയോസും ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കാണാനിടയായി. മലയാളത്തിൻ്റെ മഹാ അത്ഭുതം, മഹാനടനം മോഹൻലാലിൻ്റെ മകൾ വിസ്മയ. വിസ്മയെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഹായ്, നമസ്കാരം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വിസ്മയിലേക്ക് വരാം. വിസ്മയ, മായ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിസ്മയ സിനിമയിലേക്ക് വരുന്നതൊക്കെ അറിഞ്ഞിരുന്നു, ട്രെയിലറും ഞാൻ കണ്ടിരുന്നു. ഓക്കെ, പക്ഷേ നമുക്ക് ട്രെയിലറും ഈ ഒരു വാർത്തയും അറിഞ്ഞിട്ട് പിന്നെ CJPയെ കുറിച്ചൊരു വാർത്ത വിസ്മയ കൊടുത്തിരുന്നപ്പോഴും ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളെപ്പറ്റി അല്ലെങ്കിൽ ആളുടെ ഒരു വീഡിയോ കാണാതെ നമുക്ക് അയാളെ പറ്റി വിലയിരുത്താനായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ. ഞാൻ ഇന്ന് ഒരുപാട് ഇൻ്റർവ്യൂ കണ്ടു, ഒരുപാട് വീഡിയോസ് കണ്ടു. എനിക്ക് ഇത്രയും സിമ്പിളായിട്ട് ഒരു താര രാജാവിൻ്റെ മകൾ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. സത്യമായിട്ടും ആ കുട്ടിക്ക് വേണമെങ്കിൽ അഹങ്കരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഒരു ജാട കാണിച്ച് വേണമെങ്കിൽ നിൽക്കാം. ആ ഒരു തരത്തിലെ അവർക്ക് നിൽക്കാനായിട്ട് സാധിക്കും. പക്ഷേ എത്ര എളിമയായിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഭയങ്കരധികം സന്തോഷം. ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്നുണ്ട്, അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് എന്തെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുന്നു. കാരണം ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവരോട് ഒരു ചെറിയൊരു ഇഷ്ടം, ഒരു ഭയങ്കര ഒരു അടുപ്പമൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. കാരണം എൻ്റെ ഒരു സഹോദരിയെ പോലെ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു സംസാരം കേട്ടപ്പോൾ. സിനിമയുടെ ട്രെയിലർ നല്ലൊരു ത്രില്ലർ മൂവിയാണ്. ജൂഡ് ആൻ്റണി ജോസഫാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലാലേട്ടനും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മകളുടെ കൂടെ ആയാലും ഫസ്റ്റ് പടത്തിൽ ലാലേട്ടൻ അഭിനയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ തന്നെ പറഞ്ഞത് ഞാൻ കേട്ടു. കാരണം മകൻ്റെ ആദ്യ സിനിമ ആദി, മകളുടെ ആദ്യ സിനിമ തുടക്കം. അപ്പോൾ ഇതിൽ രണ്ടിലും ഫസ്റ്റ് ബിഗിനിങ് എന്നൊരു മീനിങ് ആണ് വരുന്നതെന്ന് സുചിത്ര മാം പറയുന്നുണ്ടായിരുന്നു, ലാലേട്ടൻ്റെ വൈഫ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, എൻ്റെ ആദ്യത്തെ സിനിമ തിരനോട്ടാണ്, അപ്പോൾ അതും ഒരു തുടക്കം പോലെയാണ്. അപ്പോൾ ഇതെല്ലാം അവരൊരു കണക്ട് ചെയ്ത് പോകുന്നത് പോലെ ഒരു ഫീൽ ചെയ്തു. പിന്നെ ലാലേട്ടൻ പറയുന്നത് കേട്ടു, എൻ്റെ മകളുടെ സിനിമയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ സിനിമയ്ക്ക് ഞാനും സുജിയും ഉണ്ട്, പക്ഷേ മറ്റുള്ളവർക്ക് ആർക്കും ഇങ്ങനത്തെ ഒരു ഇത് കിട്ടത്തില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ലാലേട്ടൻ ആഗ്രഹിച്ചു പോകുന്നുണ്ട്, ഞാൻ അഭിനയിച്ച സമയത്തും എൻ്റെ അമ്മയും അച്ഛനും ഇതുപോലെ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. സത്യമാണ്, അത് മറ്റാർക്കും നടക്കില്ല. സിനിമാ മേഖലയിലുള്ളവർക്കും മാത്രം, അല്ലെങ്കിൽ ആ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നൊരു അനുഗ്രഹമാണ്. അപ്പോൾ അച്ഛൻ്റെ പാതയിൽ വരുമെന്നുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പ്രണവും വന്നിട്ടുള്ളത്, വിസ്മയും വന്നിട്ടുള്ളത്. അപ്പോൾ സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും വലിയ അഭിനയമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സിനിമ മുഴുവനായിട്ട് കാണുമ്പോൾ അറിയാം. അപ്പോൾ 7-ാം തീയതി സിനിമ റിലീസാണ്. അപ്പോൾ മകൾക്കൊപ്പം അഭിനയിച്ചതിൽ ലാലേട്ടനും ഒത്തിരി സന്തോഷമാണ്. ഫസ്റ്റ് അഭിനയിക്കുമ്പോൾ 16 ടേക്കോ 18 ടേക്കോ എന്തോ പോയെന്നൊക്കെ പറയുന്ന കേട്ടു. ഭയങ്കര ടെൻഷനായി, നെർവസായി. പിന്നെ കുട്ടിയുടെ സംസാരം കേൾക്കാൻ തന്നെ ഭയങ്കര സ്വീറ്റാണ്. കൂടുതലും ഇംഗ്ലീഷാണ് വരുന്നത്, പക്ഷേ അത് മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന തരത്തിൽ മലയാളം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ മലയാളം പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല പെട്ടെന്നായിട്ട്. കാരണം അവർ കൂടുതൽ ഇംഗ്ലീഷ് ആയിരിക്കും പറയുന്നത്, പക്ഷേ മാക്സിമം പറയാൻ ശ്രമിക്കുമ്പോൾ വാക്കുകളും കിട്ടുന്നില്ല, പെട്ടെന്ന് ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ഇത്രയധികം മീഡിയാസിൻ്റെ ഫ്രണ്ടിലായിരുന്നാലും അല്ലെങ്കിൽ ഇത്രയധികം ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലായാലും വരുന്നത് ആദ്യമായിട്ടാണ് ഇത്രയധികം ക്രൗഡിന് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പേടിയും ഒരു വെപ്രാളവും ഒക്കെ കുട്ടി കാണിക്കുന്നുണ്ട്. ആ ഒരു ടെൻഷൻ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ടെൻഷനും വരും, പക്ഷെ ഒരു കുട്ടിത്വം തോന്നാറുണ്ട് കേട്ടോ. ഒരു കൊച്ചു കുട്ടി വന്ന് ഭയങ്കര ടെൻഷൻ അടിച്ച് സംസാരിക്കില്ല, അയ്യോ പാവം അച്ചോടാ എന്ന് പറയാൻ വേണ്ടി തോന്നിപ്പോകും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സംസാരവും കാര്യങ്ങളും കേട്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ താരരാജാക്കന്മാരുടെ മക്കൾ, അല്ലെങ്കിൽ താരരാജാക്കന്മാർ നമ്മുടെ മലയാള സിനിമയിലെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെയാണ് താരരാജാക്കന്മാർ.
മോഹൻലാലിൻ്റെ മകളല്ലേ, ഭയങ്കര ഹെഡ് വെയിറ്റ് ആയിരിക്കും എന്നുള്ള തരത്തിലൊക്കെ ആയിരിക്കും. ഞാൻ മുൻപും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പേര് എന്ന് വെച്ചാൽ താര ജാടയൊന്നും ഇല്ല എന്ന് പറയുന്നതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉർവശിയുടെ മകളെ ഇഷ്ടമാണ്, എനിക്ക് ബിന്ദു പണിക്കരുടെ മകളെ ഇഷ്ടമാണ്, പിന്നെ കഴിഞ്ഞിടയിൽ വിവാദമായ മഞ്ജു പിള്ളയുടെ മകളെ എനിക്കിഷ്ടമാണ്. പിന്നെ അതിലെനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് മീനാക്ഷിയെ പറഞ്ഞില്ല എന്ന്. മീനാക്ഷിയെ ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ വീഡിയോസ് ഒന്നും ഞാൻ അധികമായിട്ട് ഞാൻ കാണാറില്ല. അതുകൊണ്ട് അങ്ങനെ ഹെഡ് വെയിറ്റ് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് അറിയില്ല എന്ന് വെച്ചാൽ അധികമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കുട്ടിയാണ്, വിസ്മയാണ്. അവർക്ക് വേണമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മറ്റ് 3 പേരെ അപേക്ഷിച്ച് ഈ കുട്ടിക്ക് വേണമെങ്കിൽ ഒരുപാട് ജാടയും പത്രാസും ഒക്കെ കാണിക്കാം. പക്ഷേ അവരൊക്കെയും സാധാരണ ആൾക്കാരായിട്ട് ജീവിക്കുന്നവരാണ്. പ്രണവിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം പ്രണവിന് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോയാൽ പോലും നമുക്ക് പ്രണവിനെ മനസ്സിലാവില്ല. ആ ഒരു രീതിക്കായിരിക്കും അയാൾ നടക്കുക. മോഹൻലാൽ പറയുമ്പോൾ പോലും, മക്കളെ ആണെങ്കിൽ പോലും അയാളുടെ ഇഷ്ടം ഇതാണ്, ഇയാളുടെ ഇഷ്ടം ഇതാണ്, ആ ഒരു ബഹുമാനം കൊടുത്താണ് സംസാരിക്കുന്നത്. ഭയങ്കര ഒരു ഫ്രീഡമാണ്, ബഹുമാനമാണ്, എല്ലാ കാര്യങ്ങളും. പിന്നെ അച്ഛൻ്റെ അഭിനയം നമുക്കറിയാം. അപ്പോൾ അച്ഛൻ്റെ അഭിനയത്തിൽ മക്കൾക്കും എത്രത്തോളം ഉണ്ടെന്ന് പ്രണവിനെ നമ്മൾ വിലയിരുത്തിയതാണ്. പ്രണവിനെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഇല്ല എന്നല്ല. പ്രണവിനെ ആദ്യ സിനിമ ഇറങ്ങിയപ്പോൾ കുറച്ചൊക്കെ പഴിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ പോകെയുള്ള സിനിമകളിലൂടെ പ്രണവ് തൻ്റെ അഭിനയം തെളിയിച്ചിട്ടുണ്ട്. കാരണം എടുത്തു പറയേണ്ടത് ഹൃദയം എന്ന ചിത്രത്തിലാണ്. എനിക്ക് പേഴ്സണലായിട്ട് പ്രണവിൻ്റെ അഭിനയം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഹൃദയം എന്ന ചിത്രത്തിലാണ്. കാരണം വിനീത് ശ്രീനിവാസൻ എന്ന ഡയറക്ടർ പ്രണവിനെ നല്ല രീതിയിൽ അഭിനയിപ്പിക്കുകയും അത് നല്ല രീതിയിൽ അത് പ്രകടമാകുകയും ചെയ്തു. അത് കൃത്യമായിട്ട് ആ ചിത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രണവ് ഇങ്ങനെ അഭിനയിക്കുവോ എന്ന് വരെ തോന്നിപ്പോയതായിരുന്നു ഹൃദയം എന്ന സിനിമ. അതിനുശേഷം വന്ന ആ ചിത്രങ്ങളിലൊന്നും വലിയ തരക്കേടില്ലാത്ത നല്ല രീതിയിലൊക്കെ അഭിനയിച്ചു പോയി. അപ്പോൾ വിസ്മയുടെ അഭിനയം നമുക്ക് കാണാം. 7-ാം തീയതി റിലീസാവുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണുക. നമുക്കറിയാം, നോക്കാം താരരാജാവിൻ്റെ മകൾ എത്രത്തോളം അഭിനയത്തിൽ മിടുക്കിയാണ് എന്നുള്ള കാര്യം നമുക്ക് കാണാം. ഒരുപാട് പടങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ, ഇനിയും വിസ്മയങ്ങൾ തീർക്കാനായിട്ട് വിസ്മയയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ ബൈ.